ബോയ്സ് ആൻഡ് ഗേൾസ് വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് പിന്നെ ഒരു സുവർണ വ്ളോഗിലേക്ക് സ്വാഗതം. എന്നാൽ ക്ലീഷ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല. നമുക്ക് വല്ല ജെറ്റിലൊക്കെ കയറി സ്റ്റാർട്ട് ചെയ്യാം, ആയിരിക്കും നല്ലത്. വണ്ടി വരുന്നുണ്ട്, ഞാനൊന്ന് ഫോട്ടോ എടുക്കാൻ നോക്കുവാണ്. എന്താണ് പോവാൻ സമ്മതിക്കത്തില്ലേ? അപ്പൊ എന്തായാലും ഞാൻ ഈ ടേണൊക്കെ എടുക്കട്ടെ. അപ്പൊ നിങ്ങൾ പോയിട്ട് ഞാനൊരു ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ, അത് കണ്ടിട്ട് പോവാം. അപ്പൊ ഞാൻ ഒരു സ്നാപ്ഡീലിന്റെ പ്രൊമോഷന് വേണ്ടി ഓച്ചിറ വന്നതായിരുന്നു. അപ്പം അത് പ്രൊമോഷന്റെ വീഡിയോ നടന്നില്ല. ഇവിടെ കൊച്ചുണ്ടായിരുന്നു, അച്ഛൻ്റെ ഫാമിലി ആയിട്ട് ഇപ്പം ഓച്ചിറ കിടന്ന് കറങ്ങുക. വേണ്ട നിൽക്കുന്ന കക്ഷി എന്തെങ്കിലും പറയുന്നോ? എന്തെങ്കിലുമൊക്കെ പറയൂ. വീഡിയോ വരുമ്പോ എല്ലാവരും കണ്ടാൽ മതി. ഇതെന്താണ് സിനിമയിലല്ല എടുത്തത്, ഷോർട്സിലാ? ഓ കുഴപ്പമില്ലല്ലേ. ഓ ആന്റിയാണ് മദർ. എന്നെ ഹോസ്പിറ്റാലിറ്റി വെച്ച് എന്നെ എവിടെയെങ്കിലും എത്തിക്കുമെന്ന് തോന്നുന്നു. അത് കഴിക്കും. ഹോസ്പിറ്റാലിറ്റി എങ്ങനെയുണ്ട്? ആണോ? ഇപ്പൊ ഒരു അമ്പലം കണ്ടു. ഓച്ചിറ അമ്പലം കഴിഞ്ഞിട്ട് നമ്മളെ അമ്പലക്കാരല്ലെങ്കിൽ കഴിച്ചോ? ഞാൻ മുട്ട വെച്ച് ഞാൻ ഏതാണ്ടും കഴിക്കും, കുഴപ്പമില്ല. ആ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിപ്പിച്ചല്ലേ, ഇനി പിന്നെയും കഴിക്കുക. ഈ ഡ്രോപ്പ് ഷാഡോ നീ എപ്പം മാറ്റുവടാ? ചായ കഴിക്കണം. എന്നെ ഇനി കൊണ്ടു നടക്കാനുള്ള സ്ഥലം ബാക്കിയില്ലെന്ന് തോന്നുന്നു. ഒച്ചറ ഫുള്ളും കാണും ഞാൻ ഇന്ന്. ആണോ? എന്താണ് എനിക്കറിയത്തില്ല. എന്ത് പറ്റിയ എനിക്കറിയത്തില്ല. എന്ത് വേണം? ഞാൻ കേട്ടിട്ടില്ല വാക്ക്. ആണോ? എന്നെ കണ്ടിട്ടൊന്നും വലിയ ആദ്യമായിട്ട് എന്നെ അറിയത്തില്ലെന്ന്. ആ സെലിബ്രിറ്റി എന്ന് പറയുന്നത് നാളെ കെടുത്തോളൂ എന്നെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ ടൗണിൽ നിന്ന് വിട്ടുള്ള കളിയില്ല ഒന്നും. ഞാൻ പറഞ്ഞേക്കാം, ഇനി ഓച്ചിറ വന്ന് എന്നെ വീഡിയോ ചെയ്യണല്ലേ. ഇനി അങ്ങോട്ടൊന്നും പോകണ്ട, പോയതൊക്കെ മതിയാ എനിക്ക്. ആദ്യമായിട്ട് ഒരാളുടെ വെച്ചിട്ട് അറിയില്ലെന്ന് ഞാൻ കേൾക്കുന്നത്. ഇവിടെ ജിയോ ഒന്നും ഇല്ല. ഗ്രാമവാസികളാണ്. അമ്മൂമ്മ ചോദിച്ച് ഞാൻ എവിടെയെങ്കിലും എത്തും. ഈ വഴി പോകുന്ന എല്ലാവർക്കും ചോദിക്കണം നമുക്ക്. നാണം കെട്ട് കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാം. ഇതിന് ഗ്രാമത്തിലോടൊന്നും ഞാനില്ല. എനിക്ക് ആവശ്യത്തിനും കൂടുതൽ നിറഞ്ഞ് ഇനി വേണ്ട. മറ്റേ 70,000 ബില്ല് ഒരെണ്ണമെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് ലേറ്റ് ആയിരുന്നു ഇന്നത്തേക്ക് വന്നെനിക്ക്. ബോയ്സ് അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത്തെ ദിവസം വീഡിയോ ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നലെ മഴ കാരണം എടുക്കാൻ പറ്റില്ല. ഇന്ന് നല്ല പട്ടി വെയിൽ കാരണം എടുക്കാൻ പറ്റുകയില്ല. കുറച്ച് വെയിലുണ്ടെന്നേ ഉള്ളൂ. കക്ഷികളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ക്യാമറ എഡിറ്ററാണ് എൻ്റെ കൂടെ ഇപ്പോൾ എല്ലാ ദിവസവും. ആണ്, അതെ. ആ നിനക്ക് പിന്നെ ഷെയ്ഡ്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ഇറങ്ങിയ ഇറങ്ങി വെട്ടിയാ. ഓച്ചിറയിൽ തന്നെ ആൾക്കാർക്ക് അറിയത്തില്ലെന്നല്ലടാ പറഞ്ഞ എല്ലാരും. ആളാ എന്താ എന്നെ സൂപ്പർ ഫോളോവർ ആണെന്ന് കേട്ടിട്ടുണ്ടോ? വീഡിയോ ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോ KFC ഫുഡ് കഴിച്ച് വന്നിരിക്കുക. നമ്മുടെ എഡിറ്റർ ഇനി ട്രൈ എടുത്തോണ്ടിരിക്കുന്നത്. 2 ഓൾറെഡി വന്നത്. ഞാൻ മൂന്നാമത്തെ എവിടെ? ഇനി ഒരെണ്ണം ഉണ്ടല്ലോ. ഓക്കെ, വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തിട്ട്? ക്ഷീണം തീർക്കാണല്ലേ. അമ്മ കഴിക്കുന്നില്ലല്ലോ, കഴിക്കൂ. കുടുംബ വീട്ടിൽ എത്തി. എൻ്റെ അല്ല, ഇവരുടെ അമ്മമ്മയൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരുടെ വീട്ടിൽ പോയി വന്നതിന് ഇപ്പൊ പരിചയമായിരിക്കും. അടുത്ത മാസത്തിന് അവസാനമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഓൾ ഇന്ത്യ ട്രിപ്പിന് ഇറങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നത്. നിങ്ങൾക്ക് വ്ളോഗ്സ് ആയിരിക്കും, ലൈവ് സ്ട്രീം ഒന്നും ഇല്ല. പക്ഷെ വ്ളോഗ് കാണാമല്ലോ, 1.5 കറക്കമായിരിക്കും. ഒടുക്കത്തെ കിടിലമായിട്ടാണ് ഞാൻ ഹിന്ദിയിൽ പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലഡാക്ക് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ പോകും. പ്രൊമോഷൻ വർക്കൊക്കെ തീർന്നു. അപ്പോൾ നമ്മൾ മെയിൻ ചാനലിൻ്റെ കുറച്ച് വീഡിയോ വർക്കായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് ചെറുതായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നാളെ ഇടുക്കിലെത്തുമ്പോൾ അറിയാം. അല്ല ഇന്ന് എത്തും, നമ്മൾ നാളത്തേക്ക് വീഡിയോ എടുക്കും. ഇപ്പോൾ HDMI കേബിൾ മേടിക്കാനാണ് നമ്മളിപ്പോൾ ഓക്സിജനിൽ നിൽക്കുകയാണ്. ഇവിടെ 2 മീറ്ററിൻ്റെ പൊക്കത്തൊക്കെ ഉള്ളൂ. എനിക്ക് 1.5 മതി, 1 മീറ്റർ മതി. ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുക അയാൾ. പറയട്ടെ, എനിക്ക് മറ്റേ IRL സെറ്റപ്പിന് വേണ്ടി കുറച്ച് സംഭവം ഒപ്പിക്കാൻ നോക്കുക.
പിന്നെ കാണിച്ചിട്ടായിട്ട്. ബോയ്സ് ഇവിടെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ, വയറൊന്നും ഇല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇത് മാക്ക് ഇത് അവിടെ ഇത് കണ്ടത്, അവിടെ ഒരു ക്യാമറ ഇരിക്കുന്നു, ഇവിടെ ഡാഷ് ക്യാമറകളുണ്ട്. ആ ക്യാമറയൊക്കെ വേറൊരു സെറ്റപ്പ് ഇപ്പോൾ പറയുന്നില്ല, ഞാൻ പറയാം. കുറച്ച് ടെസ്റ്റിംഗ് ഫേസിലായതല്ല. എന്ത് പറ്റി, മൈജിന്ന് കിട്ടിയില്ലേ? ആണോ? അന്നേ അവർക്ക് പോയി കുനിഞ്ഞിരിക്കും. അയ്യോ, ആ ചെറിയ കടയിൽ ട്രൈ ചെയ്ത് പോയിട്ട് HDMI ഇല്ലാത്ത സ്ഥലം. കട മാത്രമേ ഉള്ളു ഇവിടെ. ഇവിടെ പുറകെ മൈജി ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ഈ കട, അവിടെ ബിസ്മി കണക്ട് ഉണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ അടുത്ത കടയിൽ നമുക്ക് വയറുണ്ടാവും. അപ്പൊ എന്താ ഇല്ലല്ലേ? അങ്ങോട്ട് പോവാം. ഒരേ കടകൾ ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. ഫുഡ് ചാലഞ്ച് ചെയ്യുന്നതായിരുന്നു. HDMI കേബിള് ചോദിച്ചു നടക്കുവാണ് ഞാൻ, അതുപോലും തരാനില്ല ഇവിടെ. അടുത്ത റിലയൻസിലോട്ട് പോവാം. अब रिलायंस में नहीं मिलता ना, तो फिर वहाँ पर एक कंप्यूटर शॉप है, वहाँ पर भी जाते हैं. बहुत बढ़िया. റിലയൻസിലെത്തി, വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു. നീ തന്നെ അല്ല, ഞാനും വരാം. ഇവിടെ കിട്ടത്തില്ലായിരിക്കും, ഇവിടെ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. നോക്കാം. ഞാൻ പറയുന്നില്ലേടാ, ഞാൻ പറയുന്നില്ല, ഇവിടെ ഇല്ല. കൊള്ളാം, എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ട്. ഇവിടെ ഇൻസ്റ്റമാർട്ടൊന്നും ഇല്ല, അവിടെ നിന്ന് ഓർഡർ ചെയ്യാം. വലിയ കടകളിൽ ഇല്ല. യെസ്, ബ്ലിങ്കിറ്റ് ഇസ് ദേ ബോയ്സ്, ബ്ലിങ്കിറ്റ് ഇസ് ദേ. അങ്ങനെ ബ്ലിങ്കിറ്റ് എത്തി ബോയ്സ്. ബ്ലിങ്കിറ്റിന്റെ പ്രൊമോഷൻ മേടിക്കേണ്ടി വരും പോലെ. ഞാൻ നമ്മളേറെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൽ നിന്ന് എന്താണ് സ്ട്രീം ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ള കുറച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഐഫോണിൽ നിന്ന് നമ്മുടെ 4-4.5 ലക്ഷത്തിന്റെ സ്ട്രീമിംഗ് സെറ്റപ്പ് ഇല്ല, അതിലോട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്. ക്യാമറ വെച്ച് ചെയ്യാം, ഈ ക്യാമറ വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അത് വളരെ ബൾക്കിയാണ്. അപ്പോൾ ഇത് കണ്ട, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതിപ്പോ ഇതിനകത്ത് വരുന്നുണ്ട്, പക്ഷെ എന്ന് വെച്ചാൽ ഇതിനകത്ത് കാണാൻ പറ്റില്ല. നമ്മൾ എന്തോ കാണുന്നത്, നമ്മളിങ്ങനെ സ്ട്രീം ചെയ്യുമല്ലേ, എന്താണ് ഒരു കിണ്ടി അറിയാതെ ഇങ്ങനെ വെറുതെ സ്ട്രീം ചെയ്യണമല്ലേ. ഇതെന്ത് ഇപ്പഴും കാണാല്ലോ അതിനകത്ത്? വയർലെസ് ആയോ? ഇത് മാക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. വയറ് ഊരിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ച് കാണിച്ചു കൊടുത്ത് അപ്പൊ ഇതിപ്പോ വയറ് തിരിച്ചിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. 4 ലക്ഷത്തിന്റെ ക്യാമറ മേടിക്കേണ്ടി വരും, ഇത് വർക്ക് ചെയ്യുന്നില്ല. 3 ലക്ഷത്തിന് ഈ സാധനം മേടിച്ച് 4 ലക്ഷത്തിന്റെ ക്യാമറ കൂടി മേടിക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇടുക്കിയിലായിരുന്നു പോകേണ്ടത്. ഇടുക്കി എത്തിയിട്ടില്ല, കോട്ടയത്ത് കിടന്ന് കറങ്ങും എപ്പോഴും. ഇനി ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂറുണ്ട്. അപ്പൊ ഞാൻ ഇടുക്കിയിലോട്ട് എത്തിയില്ല, ഞാൻ തിരിച്ച് വീട്ടിലോട്ട് എത്തി. നമുക്ക് ഒന്നുകൂടി വീട്ടിൽ പോയിട്ട് തിരിച്ച് ഇടുക്കിയിലോട്ട് പിന്നെയും പോവാം. ഞാൻ മറ്റേ സാധനം തപ്പുന്നില്ലായിരുന്നു, ആ സാധനം ഒന്ന് കൺഫേം ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. അതിന്റെ മറ്റേ ലൈവ് സ്ട്രീമിന്റെ ഗിയർ വീട്ടിൽ ഇരിക്കുക. നീ നിന്നെന്താ വേണ്ട ഡിസ്റ്റോ ക്യാമറയിൽ അവന് കഴിക്കാൻ താല്പര്യമില്ല. ഫുഡ് ചാലഞ്ചിന് വരിക. അതേണ്ട് താഴെ കിടക്കുന്നു ആ സാധനം. അയ്യോ, 3.5 ലക്ഷം 4 ലക്ഷം രൂപ കണ്ട മറന്നു ഇപ്പൊ വില പോലും. അതിനകത്ത് പൊടിയൊക്കെ അടിച്ചെടുക്കുന്നു. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ HDMIയും ഈ ഫോണുമായിട്ട് കണക്ട് ആവില്ല. നമുക്ക് ഇപ്പൊ നോക്കാം. അതിപ്പോ പോകും. പിന്നെ അതിലൊക്കെ ഇടുക്കിയല്ലേ പോയത്, വലിയ ദൂരമൊന്നും ഇല്ലല്ലേ. പുട്ടുണ്ടാക്കി തരാം. പുട്ടാ 3.5 മണിക്കൂർ കുഴപ്പമുള്ള 3.5 മണിക്കൂർ ഇനി പോണോ? ഡീസൽ അല്ലല്ല, പെട്രോൾ അല്ലേ, അതുകൊണ്ട് ചെലവില്ല. ഇപ്പഴാ ഇപ്പൊ അറിയത്തില്ല. ഇപ്പം എത്ര ദൂരം അറിയത്തില്ല, ഇവനങ്ങ് പോകും. തോണ്ടി എടുത്തോണ അന്ന് കേട്ടാ. കൈയിട്ടിറക്ക്. എന്താ കൈയിട്ടിറക്കാത്ത? എന്താണ്, ഒരു ആൺകുട്ടിയല്ലേ നീ? യെസ് 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 യു ക്യാൻ ഡു ഇറ്റ്. കം ഓൺ കണ്ട, യു ക്യാൻ ഡു ഇറ്റ്. യെസ് 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 യേ. അപ്പൊ നമ്മൾ ഐഫോണൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒക്കെ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം അല്ല, നല്ലതായിട്ട് അല്ലെ, ഉറപ്പില്ല അതെനിക്ക്. അതായത് ഐഫോൺ ചൂടായി ഓഫായി പോകും. 5-8-9 മണിക്കൂർ സ്ട്രീം ചെയ്യാനുള്ളതാ എല്ലാ ദിവസവും വെയിലെത്തുക. അപ്പൊ ഓഫായി പോകുന്ന അറിയത്തില്ല. എന്തായാലും ഇപ്പൊ ഓൾറെഡി അവിടെ കിടന്നുറങ്ങണ്ടേ നമ്മൾ കേട്ടാ. എന്നുവെച്ചാൽ ഒരു 9 മണിക്ക് ഇടുക്കി എത്തേണ്ടതായിരുന്നു. നമ്മളിപ്പോ ഒരു 12 മണിയായപ്പം പിന്നെ സ്റ്റാർട്ട് ചെയ്ത്. 12 മണിയായപ്പം നമ്മുടെ കൂടെ ഗോസ്റ്റുകളുണ്ട്. പട്ടിയ കുഴപ്പമൊന്നുമില്ല, മൈൻഡ് ചെയ്യണം. ഇവിടെ വിറ്റെന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൊതുക് മറ്റേ നമ്മുടെ 3-3.5-4 ലക്ഷം രൂപയുടെ സാധനം, അതിന്റെ സബ്സ്ക്രിപ്ഷൻ തന്നെ അത് ഓണാക്കി എടുക്കാൻ ഒരു മാസത്തിൽ 15,000 രൂപ. പിന്നെ അതിന്റെ പുറത്ത് ഡേറ്റ അതിന്റെ ചാർജ് ചെയ്യണം. അതെല്ലാം കൂടി കൂട്ടി 25,000 രൂപയാവും. അപ്പം ആ രീതിയിലാണ്. അപ്പം ഇത് കോസ്റ്റ് ആണ്. അപ്പോൾ ഇപ്പം ഞാൻ ചാർജ് ചെയ്തില്ല, നമുക്ക് പിന്നത്തേക്ക് ചാർജ് ചെയ്യാം. നമ്മൾ IRL പോകുന്നതിൻ്റെ കുറച്ച് അടുത്തെത്തുമ്പോൾ അതാ പിന്നെ ടെസ്റ്റ് ചെയ്യാം നമുക്ക് ഐഫോൺ വെച്ച് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാമറ യൂസ് ചെയ്യേണ്ടി വരും. പോകുന്നതിന് മുമ്പ് കേരള IRL എന്തെങ്കിലും വേണമെങ്കിൽ സജസ്റ്റ്. അല്ല വേണ്ട, ഒരു പ്രാവശ്യം ചെയ്തേ കേരള. കുഴപ്പമില്ല. നമ്മളിനി അതൊക്കെ അവർക്ക് ബ്ലോഗാണ് ഇഷ്ടം, ഈ ചാനലിൽ ബ്ലോഗാണ് ഇഷ്ടം. IRL മറ്റേ സ്ഥലത്ത് ബോയ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇടുക്കി പൊക്കോണ്ടിരിക്കുക.
ചെറുതായിട്ട് ചെറിയ ഡീറ്റെയിൽ എടുത്തു, ഒരു 5 കിലോമീറ്റർ ബാക്കിലോട്ട്. അത് നമ്മൾ പോകുന്ന വഴി ഒരു പെട്രോൾ പമ്പ് ഒരു പ്രേതമല്ലല്ല ഇത് ഞാൻ രാത്രി പോയ വഴിക്ക് ഇങ്ങനെ കണ്ട് എന്തോ ഇങ്ങനെ കണ്ട് ഇരുട്ടത്ത്. അപ്പൊ അത് നമ്മള് ചോദിക്കാൻ ചെന്നപ്പോ പെട്രോൾ തീർന്ന് ഒരു 24 മണിക്കൂർ ഉള്ളൊരു പെട്രോൾ പമ്പിന്റെ മുമ്പിൽ അവൻ വന്ന് നിൽക്കുക. പക്ഷെ അവിടെ ഇല്ല, പെട്രോൾ കിട്ടുന്നില്ല, അവന്റെ ആരോഗ്യ ഹോസ്പിറ്റലാണ്. അപ്പൊ അവന് പോണം, നിവർത്തികേടായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ യാദർശികമായിട്ട് കണ്ട് പിന്നെ പെട്രോൾ മേടിക്കാൻ വേണ്ടി അവന് വേണ്ടി വേറൊരു പെട്രോൾ പമ്പ് തപ്പി നമ്മൾ പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ 5 കിലോമീറ്റർ ദൂരെയാ. 5 കിലോമീറ്റർ ദൂരെ കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ പോയിട്ട് കെഞ്ചാൻ കുറച്ച് വെള്ളം അല്ല പെട്രോൾ നായര എനർജി 24 മണിക്കൂർ ഉണ്ടെന്ന് പറയാം. അത് നായരായിരുന്നു തോന്നല്ലേ? അത് നായര എന്തായിരുന്നു ഈ പെട്രോൾ പമ്പ് അടച്ചിടക്കുന്നത്. ഈ നായര 24 മണിക്കൂറൊന്നും പുഴുങ്ങാൻ വെക്കരുത്. അവനൊരു പെട്ട് കിടക്കുന്ന ഈ അടുത്ത നായർ 24 മണിക്കൂർ എന്ന് പറഞ്ഞത് 24 കാണിച്ചത് 24 മണിക്കൂർ എഴുതിയിട്ടുണ്ട് പെട്രോൾ പമ്പ് അടച്ചു കിടക്കുന്നത്. കൊള്ള അടുത്തതും അടച്ചു കിടക്കുന്നു. അടുത്ത പമ്പും അടച്ചു കിടക്കുന്നു. ഇവിടെയും പമ്പില്ല. ഇത് നിങ്ങൾ പറയുന്നത് കേട്ടോ, ഓപ്പൺ അല്ലായിരുന്നു. ഇതെല്ലാം ഓപ്പൺ ആയിട്ട് കാണിച്ചിട്ടാ പോയത്. അടുത്ത പെട്രോൾ പമ്പ് ഇനിയും 14 കിലോമീറ്റർ. ഇതിപ്പം തിരിച്ച് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ കോട്ടയത്തും തോന്നുന്നു. അവന് വല്ല വിചാരിക്കും നമ്മൾ പറഞ്ഞിട്ട് അവിടുന്ന് സ്ഥലം കാലിയാക്കിയെന്ന്. അടുത്ത പമ്പ് പമ്പ് എന്ത് എവിടെ നോക്കിയാലും പമ്പ് തന്നെ. പമ്പം തുറക്കാറൊന്നും ഇരിക്കുന്നത്. ഇവിടെ ഇപ്പൊ പോലീസുകാർ നിർത്തിട്ട് ചോദിക്കുവാണ് എങ്ങോട്ട് പോവാണെന്ന്. ഇവൻ പറയുന്നത് ഇടുക്കിയിലോട്ടൊന്ന്. ഇടുക്കി പുറകിലോട്ടാ. എന്താ ഇടുക്കിയോ? തിരിച്ചു വരാ. അല്ല സാറേ, ഇത് തപ്പാൻ പോവാ പെട്രോള്. ഒരു പയ്യൻ പെട്രോൾ പമ്പ് അവിടെ ഇരുട്ടത്ത് എന്തൊക്കെയാ പറഞ്ഞത്. ഞാൻ ക്യാമറ ഓണാക്കാൻ നോക്കിയതാ, ക്യാമറ ഓണാന്നില്ല ഇവന്മാര് വന്നപ്പോ. അവസാനം ഒരു പെട്രോൾ പമ്പ് കണ്ടു. 100 രൂപയുടെ പെട്രോൾ ഇതിനെ തരാൻ പറ്റുമോ? ഞങ്ങൾ വണ്ടി അവിടെ ഇതായിട്ട് കിടക്കുക. ഏതാ കുപ്പി തരാൻ പറ്റത്തില്ലേ? അവിടെ പോലീസാ പറഞ്ഞ് വാങ്ങിച്ചോളാം ഇവിടുന്ന്. അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. അവിടെ ഒരു പയ്യന് അവിടെ കിടക്കുക. നമുക്ക് പെട്രോള് കിട്ടിയോന്ന് ചോദിച്ചാ കിട്ടിയ. എന്ത് ചെയ്യാല, ഏത് പമ്പാന്ന് പറയാനൊന്നുമില്ല. പമ്പ് ഇവർക്ക് പെട്രോൾ തരാൻ പാടില്ലെന്നും കണ്ട പയ്യന്റെ റിസ്കിൽ തന്നു. ഏതോ ഒരു പെട്രോൾ പമ്പ്. ഞങ്ങൾ കുറേയേറെ പമ്പിലോട്ട് ഇവിടെ നിന്നൊക്കെ എടുക്കുക. നമ്മളിപ്പം ലൊക്കേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം പയ്യൻ ഇവിടെ ഉണ്ടായില്ലേ. അവന്റെ വണ്ടി ഇരിക്കുന്നു. ആരും ഇല്ല ഇവിടെ. അവന്റെ നമ്പർ മേടിച്ചില്ല നമ്മള്. ആരും ഇല്ല ഇവിടെ. പെട്രോൾ വെച്ചിട്ടുണ്ട്. ഇതൊരു കുറിപ്പ് ഇരിക്കട്ടെ. ചലേ ഗുഡ് ഡീഡ് വിത്ത് നോ പ്രോഫിറ്റ്. 4 മണി നമ്മള് ഹോട്ടലിലെത്തി. ഇവിടെ പൊക്കത്തായിട്ടാണ്. നമുക്ക് നാളെ കാണാൻ കേട്ടോ. എനിക്ക് ഉറക്കം വന്നിട്ട് വരാം. പെട്ടെന്ന് നിൽക്കണം, തുറക്കണം, അല്ലെങ്കിൽ നാളെ വീണ്ടും നടക്കത്തില്ല. സോ ഹാപ്പി ബൈ.